ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ആൻഡ് മീ. ഇത് നമ്മുടെ ബിഗിനേഴ്സ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചസ് വരെയായിരുന്നു പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാജിക് റിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ അമിഗുറുമി ഡോൾസൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു മാജിക് റിങ് അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെയുള്ള എല്ലാ പ്രൊജക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാജിക് റിങ്ങിൽ നിന്നാണ്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യാണിനെ ഇതേപോലെ പ്ലേസ് ചെയ്യുക. കയ്യിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത ശേഷം നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മുടെ യാണിനെ ഇതേപോലെ നമ്മുടെ രണ്ട് വിരലിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റിയെടുക്കാം ഇങ്ങനെ. എന്നിട്ട് ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ഒരു ചെറിയ വിരൽ വെച്ചിട്ടും ഹോൾഡ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് സെക്യൂറായിട്ട് ഇരുന്നോളും. ഇനി നമ്മുടെ ഹുക്ക് എടുക്കുക. എന്നിട്ട് ഹുക്കിൻ്റെ ഹെഡിങ്ങിനെ താഴോട്ട് വരുന്ന രീതിയിൽ പിടിക്കാം. അതിനുശേഷം ആദ്യത്തെ ലൂപ്പിൽ കൂടി ഇതേപോലെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പിനെ ഇങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കുക, പുറത്തേക്ക് എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ കണ്ടില്ലേ ഒരു ലൂപ്പ് പോലെ ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ട്വിസ്റ്റ് ചെയ്തേക്കുന്ന പോർഷനിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മാജിക് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനനുസരിച്ചിട്ട് വേണം ഇവിടെ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്യാം. കണ്ടില്ലേ? ഞാനിപ്പോൾ സിംഗിൾ ക്രോഷ്യയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് സെക്യൂറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാജിക് റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെയിൽ എൻഡ് വലിച്ചു കൊടുത്താൽ ഈ ഒരു മാജിക് റിംഗ് ഇതേപോലെ ക്ലോസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് യാണിനെ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് രണ്ട് വിരലിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ബാക്ക് സൈഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടും ഇവിടെ ഇങ്ങനെ പാരലായിട്ടായിരിക്കും കാണുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുക്കുക. അതിനെ ഇതേപോലെ ആദ്യത്തെ ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് രണ്ടാമത്തെ ലൂപ്പിനെ വലിച്ച് പുറത്തെടുക്കുക. എന്നിട്ട് ഹുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, കയ്യിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാജിക് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാജിക് റിംഗ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്കിതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പല പ്രൊജക്റ്റും പല സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ചിലത് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടായിരിക്കും, ചിലത് ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചായിരിക്കും, ചിലത് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ആദ്യത്തെ ഈ ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഒരു ചെയിൻ സ്റ്റിച്ച് മതിയാവും. ഹാഫ് ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ സിംഗിൾ ക്രോഷ്യയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ഒരു ചെയിൻ മാത്രമേ അവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാജിക് റിംഗ് ചെയ്ത് ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടെയിൽ എൻഡും കൂടെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഹുക്കിനെ ഇതേപോലെ ഈ ഒരു റിങ്ങിനുള്ളിലേക്ക് കൊണ്ടുപോവാം. നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഹുക്കിനെ റിങ്ങിലൂടെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ നോർമലി യാൺ ഓവർ ചെയ്യുന്നത് പോലെ യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് പുള്ളി ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ഹുക്കിൽ നോക്കിയാൽ 2 ലൂപ്സ് കാണാം. എന്നിട്ട് നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെയും വലിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. റിങ്ങിനുള്ളിലൂടെ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് പുള്ളി ചെയ്തെടുക്കുക. ഇനി നമ്മുടെ നോർമൽ സിംഗിൾ ക്രോഷ്യ തന്നെ 2 ലൂപ്പിലൂടെയും യാൺ വലിച്ചെടുക്കാം. അപ്പം നമ്മൾ 2 സിംഗിൾ ക്രോഷ്യേസ് മാജിക് റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വട്ടോടെ നോക്കാം. ഇതേപോലെ റിങ്ങിനുള്ളിലേക്ക് കൊണ്ടുപോവാം, യാൺ ഓവർ ചെയ്ത് ലൂപ്പ് പുള്ളി ചെയ്തെടുക്കുക, 2 ലൂപ്പിലൂടെയും യാണിന് വലിച്ചെടുക്കാം. ഇപ്പം നമ്മൾ 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തു. ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ പാറ്റേൺ പോലെ എത്ര സിംഗിൾ ക്രോഷ്യ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒട്ടുമിക്ക എല്ലാ പ്രൊജക്ട്സും സ്റ്റാർട്ട് ചെയ്യാറ് 6 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടായിരിക്കും. ചിലതിൽ വ്യത്യാസം കാണും. അപ്പോൾ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് 6 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനകത്ത് വിസിബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? ഈ ഒരു വി ഷേപ്പിൽ കാണുന്നതാണ് നമ്മുടെ ഓരോ സ്റ്റിച്ചുകളും. കണ്ടില്ലേ? ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്ത് പഠിക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടെയിൽ എൻഡില്ലേ, ഇതിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ ഒരു മാജിക് റിങ് ക്ലോസ് ആയിക്കോളും. കണ്ടില്ലേ? നല്ല ടൈറ്റാക്കി തന്നെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു റിങ് കറക്റ്റായിട്ട് ഒട്ടും സ്പേസ് വരാത്ത രീതിയിൽ ഫിനിഷിങ്ങിൽ ക്ലോസ് ആയിക്കോളും. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മാജിക് റിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനുള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവേ. ബൈ.